ഒരു ആർട്ടിസ്റ്റ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ആൾ ബിഗിനർ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആ ആർട്ടിസ്റ്റിന് ഒരു 7 കോൺസിൻ്റെ ഓർഡർ കിട്ടി. അപ്പോൾ അത് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരിക്കാതെയാണ് ഈ ഓർഡർ ക്യാൻസൽ ആവുന്നത്. ആൻഡ് ഈ ഓർഡർ ക്യാൻസൽ ആയപ്പോൾ നല്ല വിഷമത്തോടെയാണ് ആൾ മെസ്സേജ് അയക്കുന്നത്. ഇതെന്താ ക്യാൻസൽ ആവുന്നത്, 7 കോൺസ് കിട്ടിയപ്പോൾ ഞാൻ അത്ര സന്തോഷിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ബിഗിനർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 2 കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് സെയിലായി പൊക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പ്രൊഡക്ട്സിൻ്റെ വില കുറച്ച് കൊടുക്കരുത്. നിങ്ങളുടെ പ്രൊഡക്ട്സിന് നിങ്ങൾക്കൊരു ഫിക്സഡ് റേറ്റ് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഹോൾസെയിൽ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് മാക്സിമം ലൈക്ക് ഒരു 25 കോൺസിന് മേലിലെടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൂടുതലും കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 കോൺസിനൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്നാമത് നമ്മുടെ റോ മെറ്റീരിയൽസിന് അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് ഓർഗാനിക് ആയതുകൊണ്ട്. അതും ബിഗിനർ ആണെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പാടുകളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം. നിങ്ങളുടെ പ്രൊഡക്ട്സ് സെയിലായി പോവും. നിങ്ങൾ യൂസ് ചെയ്യുന്നത് 100% ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത്ര ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് സ്വയം വേണം. പിന്നുള്ള മെയിൻ കാര്യം, നിങ്ങളുടെ ബിഗിനറാണ്, അതുകൊണ്ട് എൻക്വയറീസ് ഉണ്ടാവും. അതിൽ 10% ആൾക്കാരാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്ട്സ് വാങ്ങുള്ളൂ. ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഇതുകൊണ്ട് നിർത്തി പോകരുത്. ഈ 10% എന്നാണ് നിങ്ങൾ വളർത്തിക്കൊണ്ട് വരാൻ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.